പണ്ടത്തെ പോലെയല്ല. അതായത് നമ്മളിപ്പോൾ ഒരു സഹകരണ മേഖലയിലെ ജോലിക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ ഒരു പഠനം തുടങ്ങി വെച്ചുകൊണ്ട് ഒരു പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ഒരു സമയം നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിലില്ല. കാരണം തുടർച്ചയായിട്ട് പരീക്ഷകൾ വരുന്നു, ഓരോ ബാങ്കുകൾ പ്രത്യേകമായിട്ട് പരീക്ഷകൾ നടത്തുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് വലിയ സാധ്യതകൾ മുമ്പിലേക്ക് വരികയാണ്. ഓരോ സാധ്യതകളും നമ്മൾ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാതെ കിട്ടുന്ന അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകണം എന്നുള്ള കാര്യം ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവർക്കും നമസ്കാരം. CC ബാങ്ക് എക്സാം ചാനലിന്റെ മറ്റൊരു യൂസ്ഫുൾ സെഷനിലേക്ക് ഹാർദവമായ സ്വാഗതം. എൻ്റെ പേര് ഷൈജു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ക്ലാസ് എടുത്തു മാറിയായിരുന്നു. അതിൻ്റെ ഇപ്പോൾ വാർഷികമായിട്ട് കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൻ്റെ ചോദ്യങ്ങൾ, അതേപോലെ അർദ്ധവാർഷികമായിട്ട് കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൻ്റെ ചോദ്യങ്ങൾ, അതേപോലെ പാദവാർഷികമായിട്ട് കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൻ്റെ ചോദ്യങ്ങൾ, അതേപോലെ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ, ഇത്രയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് സാധാരണ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കൂട്ടുപലിശ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അതിലെ വാർഷികമായിട്ട് കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിന്റെ ഒരു 6-7 ചോദ്യങ്ങൾ നമ്മൾ ആദ്യ ഭാഗത്ത് വൃത്തിയായിട്ട് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അർദ്ധവാർഷികമായിട്ട് കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിന്റെ ചോദ്യങ്ങളും, അതേപോലെ പാദവാർഷികമായിട്ട് കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിന്റെ ചോദ്യങ്ങളും, അതേപോലെ ഡിഫറൻസുമായിട്ട് ബന്ധപ്പെട്ടു വരുന്ന ചോദ്യങ്ങളുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഇന്നത്തെ ക്ലാസ് കൂടി കഴിയുമ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു CSEB ക്ലർക്ക് കാഷ്യർ പരീക്ഷയ്ക്ക് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ നോക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം ആവും. അപ്പോൾ നിങ്ങൾ വൃത്തിയായിട്ട് നോട്ട് തയ്യാറാക്കുമ്പോൾ വളരെ ഭംഗിയുള്ള ഒരു നോട്ട് തയ്യാറാക്കിക്കൊണ്ട് വൃത്തിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണം. കാരണം നമുക്ക് ഈ പറയുന്ന ഡിസംബർ അവസാനത്തെ ആഴ്ചയോടുകൂടി നമ്മുടെ പരീക്ഷ തുടങ്ങുകയാണ്. അതേപോലെ ജനുവരി മാസം, ഫെബ്രുവരി മാസത്തിലെല്ലാം പരീക്ഷകളാണ്. പണ്ടത്തെ പോലെയല്ല. അതായത് നമ്മളിപ്പോൾ ഒരു സഹകരണ മേഖലയിലെ ജോലിക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ ഒരു പഠനം തുടങ്ങി വെച്ചുകൊണ്ട് ഒരു പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ഒരു സമയം നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിലില്ല. കാരണം തുടർച്ചയായിട്ട് പരീക്ഷകൾ വരുന്നു, ഓരോ ബാങ്കുകൾ പ്രത്യേകമായിട്ട് പരീക്ഷകൾ നടത്തുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് വലിയ സാധ്യതകൾ മുമ്പിലേക്ക് വരികയാണ്. ഓരോ സാധ്യതകളും നമ്മൾ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാതെ കിട്ടുന്ന അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകണം എന്നുള്ള കാര്യം ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. ചില സമയത്ത് നമ്മൾ പരീക്ഷകൾ എഴുതുന്ന സമയത്ത് ചിലപ്പോൾ 1-2 പരീക്ഷകളിൽ പരാജയപ്പെട്ടു പോയേക്കാം. അതങ്ങനെയാണ്. ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരാജയപ്പെടും എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളിൽ ഉണ്ടാവണം. അതായത് നമ്മൾ ആദ്യം എഴുതുന്ന പരീക്ഷയിൽ വിജയിക്കത്തില്ല എന്നുള്ളതാണ് വസ്തുത. കുറച്ച് പരീക്ഷകൾ എഴുതി ഓരോ പരീക്ഷകൾ കഴിയുമ്പോൾ അവിടെ നമ്മൾ പരാജയപ്പെട്ടതിൻ്റെ കാരണം മനസ്സിലാക്കി, ആ വസ്തുതകൾ മനസ്സിലാക്കി അടുത്ത പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ കുറച്ചും കൂടെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഓരോ പരീക്ഷകൾ എഴുതി 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 അവസാനം നിങ്ങൾ വിജയത്തിലേക്ക് എത്തും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ. ഇങ്ങനെയാണ്. അല്ലാതെ നമ്മൾ പണ്ട് 10ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ +2 അല്ല ഡിഗ്രി ലെവലിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു പരീക്ഷ എഴുതി നമ്മൾ വിജയിക്കുന്ന ഒരു പരിപാടി അല്ല ഇവിടെ എന്ന് പറഞ്ഞാൽ. ഒരുപാട് ആൾക്കാർ കോമ്പറ്റീഷനായിട്ട് വരുന്ന, അതുകൊണ്ടാണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആദ്യം പരാജയപ്പെടുവാനുള്ള മാനസികമായിട്ട് നിങ്ങളെ തയ്യാറെടുക്കണം. പരാജയപ്പെടും, അതിനുശേഷം ഞാൻ വിജയിക്കും. അപ്പൊ അതുകൊണ്ട് സ്ഥിരമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണം. സോ കൺസിസ്റ്റൻസിയാണ് ഇവിടുത്തെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ പരീക്ഷകൾ എഴുതുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 50 മാർക്ക് കിട്ടും. അടുത്ത പരീക്ഷ എഴുതുമ്പോൾ കുറച്ചും കൂടെ മാറ്റം വന്നുകൊണ്ട് 52ലേക്ക് പോയി. അതിനടുത്ത പരീക്ഷ എത്തുമ്പോൾ 55 ആയി, 60 ആയി, 65 ആയി, 70 ആയി, 75 ആയി, 80 ആയി, ജോലിയായി. ഇതാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകുമ്പോൾ പെട്ടെന്ന് വിജയിക്കാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ അല്ല ഈ മത്സര പരീക്ഷകൾക്ക് എന്നുള്ള കാര്യം എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കണം. അതുകൊണ്ട് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവരുടെ മുമ്പിൽ നാളെ അവരെ കൊണ്ട് തന്നെ സല്യൂട്ട് അടിപ്പിക്കുന്ന ഒരു നിമിഷത്തെ ഭംഗിയായിട്ട് മനസ്സിൽ ഓർത്തുകൊണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ദിവസം നിങ്ങൾക്ക് എത്ര മണിക്കൂറാണോ പഠിക്കാൻ പറ്റുന്നത് അത് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. 2026, 2027 കാലഘട്ടം
നിങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു കാലഘട്ടമായിട്ട് ചരിത്രം രേഖപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പുതിയ ഒരു ന്യൂ ഇയറിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഒരു ജോലി കൂടിയാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. അത് സ്വപ്നം മാത്രമല്ല, അത് യാഥാർത്ഥ്യമാകും എന്ന് ഉറച്ച ബോധ്യത്തോടു കൂടി വേണം നിങ്ങൾ ഓരോ ദിവസങ്ങളും തള്ളി നീക്കുവാൻ. സോ വലിയ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ മുമ്പോട്ട് പോവുക, ദൃഢനിശ്ചയത്തോടുകൂടി മുമ്പോട്ട് പോവുക. നിങ്ങളെ തളർത്തുന്നവരെ ഈ ചെവി കൊണ്ട് കേട്ട് ആ ചെവി കൊണ്ട് കളയുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറിക്കൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടേ ഇരിക്കണം. സോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. സോ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ടോപ്പിക്കുകൾ നിങ്ങൾ ഓരോ ദിവസങ്ങളിലായിട്ട് കവർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കൂട്ടുപലിശ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ രണ്ടാമത്തെ ഭാഗമാണ്. നിങ്ങളൊരു ബുക്ക് എടുക്കുക, ആ ബുക്കിനകത്തേക്ക് വൃത്തിയായിട്ട് ഓരോ ചോദ്യങ്ങളും ഭംഗിയായിട്ട് എഴുതി അതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾ എഴുതി പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ പഠിച്ച് മുമ്പോട്ട് പോകുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ ചിലപ്പോഴൊക്കെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകും അല്ലേ? മനുഷ്യനാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് മറവി അവന്റെ കൂടപ്പിറപ്പാണ്. അപ്പൊ എല്ലാവരും പറഞ്ഞു സാറേ ഞങ്ങൾ പഠിക്കാറുണ്ട്, ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് അങ്ങ് മറന്നു പോകും. അത് മനുഷ്യനാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത മറക്കും, അത് സ്വാഭാവികമാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് എഴുതി പഠിക്കണം. എന്ത് പഠിച്ചാലും അത് എഴുതി പഠിക്കണം. എഴുതി പഠിക്കുമ്പോൾ ട്രിപ്പിൾ എഫക്റ്റാണ്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. സോ എഴുതി പഠിച്ച് കൃത്യമായിട്ട് റിവിഷൻ നടത്തിക്കൊണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് മുമ്പോട്ട് പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരിക്കലും പരാജയം സംഭവിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ മനസ്സിൽ നിലനിർത്തിക്കൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ ഓരോ ദിവസങ്ങളും ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ട് വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് പോവുക. 2026 നിങ്ങൾ ഒരു സഹകരണ ബാങ്കിലെ ക്ലർക്ക് അല്ലെങ്കിൽ ക്യാഷ്യർ ആകുന്ന ആ സുന്ദര നിമിഷത്തെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക. തീർച്ചയായിട്ടും 2026 എന്ന് പറയുന്ന വർഷം നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന വർഷമായി മാറും. നിങ്ങൾക്ക് ജോലി കിട്ടിയ വർഷമായിട്ട് മാറും എന്നുള്ള കാര്യത്തിലെ ഒരു തർക്കവും വേണ്ട. ദൃഢനിശ്ചയത്തോടു കൂടി ശുഭാപ്തി വിശ്വാസത്തോടെ നിങ്ങൾ മുമ്പോട്ട് പോകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ തവണയും നമ്മൾ പറയാറുള്ളത് പോലെ നമുക്ക് മാത്സിനകത്ത് 9 ടോപ്പിക്കുകളാണ് പഠിക്കാനുള്ളത്. അതായത് നമ്പേഴ്സിൽ തുടങ്ങി ആവറേജ് വരെ നീണ്ടു നിൽക്കുന്ന 9 ടോപ്പിക്കുകളാണ് മാത്സിനകത്ത് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ മെന്റൽ എബിലിറ്റി പോർഷൻ നോക്കുവാണെങ്കിൽ സീരീസിൽ തുടങ്ങി ക്ലോക്ക് എന്ന് പറയുന്ന ഭാഗം വരെയുള്ള ടോപ്പിക്കുകളാണ് സിലബസിനകത്ത് വൃത്തിയായിട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 20 ടോപ്പിക്കുകളാണ് മാത്സിനകത്ത് പഠിക്കാനുള്ളത്. ആ 20 ടോപ്പിക്കിൽ നിന്ന് 10 ചോദ്യം, ഓരോ ചോദ്യത്തിന് ഓരോ മാർക്ക്, നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത ഒരേ ഒരു മത്സര പരീക്ഷ നിങ്ങളുടെ ജീവിത ചരിത്രത്തിൽ അല്ലെങ്കിൽ ജീവിത കാലഘട്ടത്തിലെ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത ഒരേ ഒരു മത്സര പരീക്ഷയാണ് ഈ CSEB ക്ലർക്ക് ക്യാഷ്യർ എന്നുള്ള വസ്തുത നിങ്ങൾ മറന്നു പോരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ഓരോ ചോദ്യങ്ങളിലേക്ക് പതിയെ കടക്കാം. അപ്പൊ നിങ്ങൾ ബുക്ക് എടുക്കുക, വൃത്തിയായിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പാർട്ട് 2 എന്ന് കൊടുക്കുക. ഞാൻ പാർട്ട് 1 പഠിപ്പിച്ച കാര്യങ്ങളും പാർട്ട് 2 പഠിപ്പിച്ച കാര്യങ്ങളും വൃത്തിയായിട്ട് ഒരു ബുക്കിനകത്തേക്ക് എഴുതി വെച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ സെറ്റാണെന്ന് അർത്ഥം. എന്താണ് പിടിച്ചോ? ഒന്നാമത്തെ ചോദ്യം മക്കളെ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്. എ ബാങ്ക് കോമ്പൗണ്ട്സ് ഇൻട്രസ്റ്റ് ഹാഫ് ഇയർലി. കണ്ടോ, ഹാഫ് ഇയർലി ആണ്. അതായത് അർദ്ധവാർഷികമായിട്ട് കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കാണ്. രാജു ഡിപ്പോസിറ്റഡ് റുപ്പീസ് 25,000 രൂപ രാജു ഡിപ്പോസിറ്റ് ചെയ്തു അറ്റ് എ റേറ്റ് ഓഫ് 8%. അതായത് 8% പലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിലെ, അർദ്ധവാർഷികമായിട്ട് കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിലെ രാജു 25,000 രൂപ നിക്ഷേപിച്ചു. അങ്ങനെയാണെങ്കിൽ ദ ടോട്ടൽ എമൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് 1 year ഈസ് ക്വസ്റ്റ്യൻ മാർക്ക്. ഒരു വർഷം കഴിയുമ്പോൾ രാജുവിന് ലഭിക്കുന്ന തുക എത്ര? ഇതാണ് ചോദ്യം.
എടാ ഒരു വർഷം കഴിയുമ്പോൾ നമ്മുടെ രാജുമോന് ലഭിക്കുന്ന തുക എത്ര എന്നാണ് ചോദ്യം. ഇത്തരത്തിലൊരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്തോന്നറിയും? അതാണ്, ശ്രദ്ധിച്ച് കേട്ടോണേ. എടാ ഹാഫ് ഇയർലി ആണോ? ഹാഫ് ഇയർലി ആണെങ്കിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ പകുതി എടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ പകുതി എടുക്കണം. സോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര? 8. എടാ കുഞ്ഞുങ്ങളെ 8ന്റെ പകുതി എത്ര? 8ന്റെ പകുതി 4 ആണ്. ഇനി ചോദ്യകർത്താവ് ചോദിച്ചത് ഒരു വർഷം കഴിയുമ്പോൾ ലഭിക്കുന്ന തുക എത്ര എന്നാണ് ചോദ്യം. അങ്ങനെ ഒരു വർഷം കഴിയുമ്പോൾ ലഭിക്കുന്ന തുക എത്ര എന്നൊരു ചോദ്യം, അല്ലെങ്കിൽ പലിശ എത്ര, ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോഡ് ഓർമ്മയുണ്ടല്ലോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച കോഡ് ഓർമ്മയുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിലെ? അതായത് 2 വർഷമാണെങ്കിൽ 121, 3 വർഷമാണെങ്കിൽ 1331, 4 വർഷമാണെങ്കിൽ 14641 എന്ന് പറഞ്ഞ കോഡ് ഓർമ്മയുണ്ടല്ലോ. ഇവിടെ നിങ്ങൾ ഹാഫ് ഇയർലിയുടെ ഒരു ചോദ്യം വരുന്നു. ഹാഫ് ഇയർലിയുടെ ഒരു ചോദ്യം വന്നു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ പകുതി എടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അത് കഴിഞ്ഞു. മക്കളെ, ഒരു വർഷം കഴിയുമ്പോൾ എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ, എടാ അവിടെ 2 വർഷത്തിന്റെ കോഡ് ഉണ്ടല്ലോ, അവിടുത്തെ 2 വർഷത്തിന്റെ കോഡ് ഇവിടെ തട്ടണം. അവിടെ 2 വർഷത്തിന്റെ കോഡ് ഇവിടെ എടുത്ത് അടിക്കണം. അവിടുത്തെ 2 വർഷത്തിന്റെ കോഡ് എന്ത് വരുന്നു? 121. ആ 121 എന്ന് പറയുന്ന കോഡ് ഇവിടെ അടിച്ചോണം. സെറ്റാണോ? ഇനി നിക്ഷേപിച്ച തുക, പ്രിൻസിപ്പൽ എമൗണ്ട് ആദ്യം എഴുതുക 25,000. ദാണ്ടെ 25,000 എഴുതി വെച്ചു. ഇനി ചെയ്യേണ്ടത് ആ 25,000ന്റെ 4% എടുത്ത് അപ്പുറത്ത് എഴുതണം. നിക്ഷേപിച്ച തുക 25,000 ആണ്. ആ 25,000ന്റെ 4% എടുത്ത് അപ്പുറത്ത് എഴുതിക്കൂ. 25,000ന്റെ 4%. കണ്ടേ, താഴെ കിടക്കുന്ന 2 പൂജ്യങ്ങളും മുകളിൽ കിടക്കുന്ന 2 പൂജ്യങ്ങളും കട്ടായി ആണേ. 250നെ 4 കൊണ്ട് ഗുണിക്കുക. എടാ 250നെ 4 കൊണ്ട് ഗുണിച്ചാൽ 1000 എന്ന് വരും. അപ്പോൾ തൊട്ടപ്പുറത്ത് 1000 എന്നങ്ങോട്ട് എഴുതുക. സെറ്റാണോ? ഇനി ആ 1000ന്റെ 4% എടുത്ത് അപ്പുറത്ത് എഴുതണം. 1000ന്റെ 4% എത്ര? 1000നെ 4/100 കൊണ്ട് ഗുണിക്കുക. 1000ന്റെ 4%, 2 വെട്ടിപ്പോയി, 4 × 10 40. അതായത് 1000ന്റെ 4% എന്ന് പറഞ്ഞാൽ 40 ആണെന്ന് മനസ്സിലായി, എഴുതി വെച്ചു. ഇനി ചെയ്യേണ്ടത് മുകളിലോട്ട് ഗുണിക്കണം. 25,000നെ 1 കൊണ്ട് ഗുണിച്ചാൽ 25,000 ആണോ? 1000നെ 2 കൊണ്ട് ഗുണിച്ചാൽ 2000 ആണേ. 40നെ 1 കൊണ്ട് ഗുണിച്ചാൽ 40. ഓക്കെ, 25,000വും 2000വും കൂടെ കൂട്ടിയാൽ 27,000. ആ 27,000ത്തിന്റെ കൂടെ 40 കൂടെ കൂട്ടിക്കോ. 27,000ത്തിന്റെ കൂടെ 40 കൂടെ കൂട്ടിയാൽ 27,040 എന്ന് വരും നമ്മളുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറഞ്ഞു തരാം, വൃത്തിയായിട്ട് അങ്ങോട്ട് എഴുതി വെക്കുക. ഹാഫ് ഇയർലിയുടെ ചോദ്യമാണ് പരീക്ഷയ്ക്ക് വരുന്നതെങ്കിൽ, എടാ കുഞ്ഞുങ്ങളെ ഹാഫ് ഇയർലി ആണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെങ്കിൽ, ദാണ്ടെ ഒരു വർഷം കഴിയുമ്പോൾ എന്ത് കിട്ടും എന്നാണ് ചോദിക്കുന്നതെങ്കിൽ കോഡ് 121. ഒന്നുകിൽ 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷം. അതിനപ്പുറത്തേക്ക് ചോദിക്കാറില്ല പരീക്ഷയ്ക്ക്, അങ്ങനെയാണ്. അപ്പൊ 1 വർഷമാണെങ്കിൽ കോഡ് 121, 1.5 വർഷമാണെങ്കിൽ 1331. 1.5 വർഷം ചോദിക്കത്തുള്ളൂ. ഇനി അങ്ങ് അറ്റം പോയാൽ 2 വർഷം. 2 വർഷമാണെങ്കിൽ 14641 ആണേ. ഇവിടെ 1 വർഷം ആയതുകൊണ്ട് 121 എഴുതി വെച്ചു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ പകുതി എടുത്ത് ആദ്യം എഴുതുക. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8. 8ന്റെ പകുതി 4 എഴുതി വെച്ചു. ഫസ്റ്റ് ചെയ്യേണ്ട പരിപാടി, പ്രിൻസിപ്പൽ എമൗണ്ട് ഫസ്റ്റ് സംഖ്യയുടെ താഴെ എഴുതുക, 25,000. സോ 25,000ന്റെ 4% എത്ര? 25,000ന്റെ 4% 1000. ആ 1000ന്റെ 4% എത്ര? 40 എഴുതി വെച്ചു. മുകളിലോട്ട് ഗുണിക്കുക. ആ കിട്ടുന്ന ആൻസർ എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ സെറ്റ്. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. പിടിച്ചോ, രണ്ടാമത്തെ ചോദ്യം. നമ്മുടെ സെയിം ക്വസ്റ്റ്യൻ ആണ്.
എല്ലാവരും വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. എന്നിട്ട് എനിക്ക് കിട്ടുന്ന ആൻസറും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറും ശരിയാണെങ്കിൽ ഓക്കെ ആയെന്ന് അർത്ഥം. ഇതാണ് നോക്കിക്കോ. ₹400 ഈസ് ഇൻവെസ്റ്റഡ് അറ്റ് 10% per annum compounded half yearly for 1 year. ഒരു വർഷത്തേക്ക് നിക്ഷേപിച്ചു. Then the amount at the end of first year will be question mark. 400 രൂപ 10% പലിശ കണക്കാക്കുന്ന ഒരു അർദ്ധവാർഷികമായിട്ട് കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. എടാ ഒരു വർഷം കഴിയുമ്പോൾ ലഭിക്കുന്ന എമൗണ്ട് എത്ര ആണേ? ഒരു വർഷം കഴിയുമ്പോൾ, അപ്പൊ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു വർഷം കഴിയുമ്പോൾ ഉള്ളതാണെങ്കിൽ കോഡ് 121 ആണേ. അതാണേ 121 എഴുതി വെച്ചു. ആദ്യം ചെയ്യേണ്ടത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ പകുതി 10% ആയിരുന്നു. 10%ത്തിന്റെ പകുതി 5% എഴുതി വെച്ചു. ക്ലിയർ ആണേ? ആദ്യം ചെയ്യേണ്ടത് പ്രിൻസിപ്പൽ എമൗണ്ട് ആദ്യ സംഖ്യയുടെ താഴെ എഴുതുക. 400 എഴുതി വെച്ചു. മക്കളെ 400ന്റെ 5% എടുത്ത് അപ്പുറത്തോട്ട് എഴുതണം. എടാ 400ന്റെ 10% എത്ര? ഒരു സംഖ്യയുടെ 10% കണ്ടുപിടിക്കാൻ ഒരു 0 വെട്ടിയാൽ മതി. അത് ഏത് സംഖ്യയാണെങ്കിലും ഒരു സംഖ്യയുടെ 10% കണ്ടുപിടിക്കാൻ ഒരു 0 വെട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ 400ന്റെ 10% എത്ര? 400ന്റെ ഒരു 0 വെട്ട, 400ന്റെ ഒരു 0 വെട്ടിയ 40. 10% 40 ആണെങ്കിൽ 5% 20 അല്ലേ? 10% 40. എടാ 10% 40 ആണെങ്കിൽ അതിന്റെ പകുതി 5% 20. അപ്പോ 5% 20 ആണെന്ന് മനസ്സിലായി. കണ്ടോണേ? അപ്പൊ 400ന്റെ 10% 40, അപ്പൊ 5% 20 എഴുതി വെച്ചു ആണേ. ഇനി 20ന്റെ 10% എത്ര? ഏതൊരു സംഖ്യയുടെയും 10% കണ്ടുപിടിക്കാൻ അതിന്റെ ഒരു 0 വെട്ടിയാൽ മതി. അങ്ങനാണെങ്കിൽ 20ന്റെ 10% 2, 10% 2 ആണെങ്കിൽ 5% 1. ഇതാണ്ടേ. ഇനി എന്ത് ചെയ്യേണ്ടത്? മുകളിലോട്ട് ഗുണിക്കുക. 400നെ 1 കൊണ്ട് ഗുണിച്ചാൽ 400, 20നെ 2 കൊണ്ട് ഗുണിച്ചാൽ 40, 1നെ 1 കൊണ്ട് ഗുണിച്ചാൽ 1. ഇനി ഇതെല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ ആൻസർ ആയി എന്നാണ് ഞാൻ പറഞ്ഞത്. 400ഉം 40ഉം കൂടെ കൂട്ടിയാൽ 440. ആ 440ന്റെ കൂടെ 1ഉം കൂടെ കൂട്ടിയാൽ ഉത്തരം 441 ഫൈനൽ ആൻസർ. അപ്പൊ അങ്ങനാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ പറയണം, സാറേ ഹാഫ് ഇയർലി കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഹാഫ് ഇയർലി ചോദ്യങ്ങൾ വരുവാണെങ്കിൽ ഞങ്ങൾക്ക് ഓക്കെ ആണെന്ന് പറയണം. എന്തൊക്കെയാണ്? അതായത് ഒരു വർഷം കഴിയുമ്പോൾ എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ 121, 1.5 വർഷമാണെങ്കിൽ 1331, 2 വർഷമാണെങ്കിൽ 14641. പക്ഷേ പലിശ നിരക്കിന്റെ പകുതി എടുക്കണം. പലിശ നിരക്കിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ പകുതി എടുത്തോണം. 10 ആണ്. 10ന്റെ പകുതി 5. ദാ പിടിച്ചോ മൂന്നാമത്തെ ചോദ്യം. ഇതാണ്ടേ ചോദ്യം ഇതാണ്. ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ₹8,000 ഫോർ 1.5 years at 10% per annum if interest is being calculated half yearly. 8,000 രൂപയ്ക്ക് 10% നിരക്കിലെ 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അർദ്ധവാർഷികമായിട്ട് കൂട്ടുപലിശ കണ്ട ഹാഫ് ഇയർലി ആണ്. 1.5 വർഷം കഴിയുമ്പോൾ എന്ത് കിട്ടും? ഒരു വർഷമാണെങ്കിൽ കോഡ് 121. എടാ 1.5 വർഷമാണെങ്കിൽ 1331, 2 വർഷമാണെങ്കിൽ 14641. അപ്പോൾ ഇവിടെ 1.5 വർഷമായതുകൊണ്ട് കോഡ് പിടിച്ചു 1331. ഓക്കെ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10. 10ന്റെ പകുതി 5. 10ന്റെ പകുതി 5. അപ്പോൾ നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5 ആണെന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകരുത്. അപ്പോൾ
ഹാഫ് ഇയർലി ക്വസ്റ്റ്യൻ ആണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെങ്കിൽ തന്നിരിക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ പകുതി എടുക്കുക. ഒരു വർഷമാണെങ്കിൽ 1:1, 1.5 വർഷമാണെങ്കിൽ 1.331, 2 വർഷമാണെങ്കിൽ 1.4641 എന്ന് ഓർത്തിരിക്കണം. അത്രേ ഉള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് 8000 എഴുതി വെച്ചു. 8000 8000ത്തിന്റെ 10% 800. എടാ 8000ത്തിന്റെ 10%, 8000ത്തിന്റെ ഒരു 0 വെട്ടിക്കൂ. 8000ത്തിന്റെ ഒരു 0 വെട്ടി 800. 8000ത്തിന്റെ 10% 800. 10% 800 ആണെങ്കിൽ 5% 400 അല്ലേ? ആണ്. 400ന്റെ 10% 40 ആണെങ്കിൽ 5% 20 അല്ലേ? 400ന്റെ 10% 40 ആണെങ്കിൽ 5% 20. ആ 20ന്റെ 10% 2 ആണ്. 20ന്റെ 10% 2 ആണെങ്കിൽ 10% 2 ആണെങ്കിൽ 5% 1. ഇനി താണ്ടേ മുകളിലോട്ട് ഗുണിക്കുക. 8000നെ 1 കൊണ്ട് ഗുണിച്ചാൽ, എടാ 8000നെ 1 കൊണ്ട് ഗുണിച്ചാൽ 8000നെ 1 കൊണ്ട് ഗുണിച്ച 8000. 400നെ 3 കൊണ്ട് ഗുണിച്ചാല് 4 3 12 1200 ആണോ? 20നെ 3 കൊണ്ട് ഗുണിച്ചാൽ 20 × 3 60. 1നെ 1 കൊണ്ട് ഗുണിച്ചാൽ 1. ഇനി ചെറിയൊരു പ്രശ്നമുണ്ട് ആ ക്വസ്റ്റിനകത്ത്. 1.5 വർഷം കഴിയുമ്പോഴുള്ള എമൗണ്ട് എത്ര നല്ല ചോദിച്ചത്. പിന്നെ എന്തുവാ? ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് മാത്രം മതി, ഇൻട്രസ്റ്റ് മാത്രം മതി, ഇൻട്രസ്റ്റ് മാത്രം മതി, ഇൻട്രസ്റ്റ് മാത്രം മതി. എമൗണ്ട് വേണ്ട, ഇൻട്രസ്റ്റ് മാത്രം മതി. സോ നമുക്കറിയാം എമൗണ്ട് എന്ന് പറഞ്ഞാല് പ്രിൻസിപ്പൽ എമൗണ്ടും പലിശയും കൂടെ ചേർന്ന സംഖ്യയല്ലേ? അല്ലേ? നമ്മളൊരു ബാങ്കിൽ കൊണ്ടുപോയി പൈസ ഇടുമ്പോഴേ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാല് നമ്മൾ നിക്ഷേപിച്ച തുകയും പലിശയും കൂടെ ചേർന്നതല്ലേ? ആണ്. ഇവിടെ പലിശ മാത്രം മതി, ഇൻട്രസ്റ്റ് മാത്രം മതി. അപ്പോൾ നിക്ഷേപിച്ച തുക വേണ്ട 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 വേണ്ട. അപ്പോൾ നിക്ഷേപിച്ച തുക കളയാം. ബാക്കിയുള്ളതെല്ലാം കൂടെ കൂട്ടിയാൽ മതി. 1260 കൂടെ കൂട്ടിയാൽ 1260. ആ 1260ന്റെ കൂടെ 1 കൂടെ കൂട്ടിയാൽ 1261 സെറ്റ്. ഇത്രേ ഉള്ളൂ. ഇനി അതല്ല, ഫൈൻഡ് ദ എമൗണ്ട് എന്നായിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ 1261 8000 കൂടെ കൂട്ടിയാൽ 9261 എഴുതി വെക്കാമായിരുന്നു. പക്ഷേ ഇവിടെ ഇൻട്രസ്റ്റ് മാത്രം മതി, ഇൻട്രസ്റ്റ് മാത്രം മതിയെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് കളയുക, ബാക്കി മാത്രം പിടിക്കുക. 1261 എന്ന് വരും അതിന്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദാ പിടിച്ചു അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ ക്വാർട്ടർലിയാ. ക്വാർട്ടർലി എന്ന് പറഞ്ഞാല് മക്കളെ പാദവാർഷികമായിട്ട് കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിന്റെ ചോദ്യങ്ങളെ പറയുന്ന പേരാണ് ക്വാർട്ടർലി. ക്വാർട്ടർലി ക്വാർട്ടർലി. അപ്പോൾ ഹാഫ് ഇയർലി എന്ന് പറഞ്ഞാൽ 6 മാസം കൂടുന്തോറും പലിശ കണക്കാക്കുന്ന ബാങ്കിനെ പറയുന്ന പേരാണ് ഹാഫ് ഇയർലി. അതിന്റെ പകുതി, അതായത് 3 മാസം കൂടുന്തോറും പലിശ കണക്കാക്കുന്ന ബാങ്കിനെ പറയുന്ന പേരാണ് ക്വാർട്ടർലി. ക്വാർട്ടർലി ക്വാർട്ടർലി എന്ന് ഓർത്തിരിക്കണം. അപ്പോൾ ഇയർലി എന്ന് പറഞ്ഞാല് വർഷം തോറും പലിശ കണക്കാക്കുന്ന ബാങ്കിനെ പറയുന്ന പേര് ഇയർലി. അർദ്ധവാർഷികമായിട്ട്, അതായത് ഹാഫ് ഇയർലി എന്ന് പറഞ്ഞാല് 6 മാസം കൂടുന്തോറും പലിശ കണക്കാക്കുന്ന ബാങ്കിനെ പറയുന്ന പേര് ഹാഫ് ഇയർലി. 3 മാസം കൂടുന്തോറും പലിശ കണക്കാക്കുന്ന ബാങ്കിനെ പറയുന്ന പേരാണ് ക്വാർട്ടർലി, അല്ലെങ്കിൽ പാദവാർഷികമായിട്ട് കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിന്റെ ചോദ്യങ്ങൾ. ചെയ്യേണ്ട പരിപാടി, അവിടെ എന്തോ നമ്മൾ ചെയ്തത്, അവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ പകുതി എടുക്കണം അല്ലേ? ഇവിടെ പകുതിയുടെ പകുതി എടുത്താൽ പോരാ, അതിന്റെ പകുതി എടുക്കണം. അങ്ങനെയാണെങ്കിൽ മക്കളെ 20 അല്ലായിരുന്നോ? അവിടെ ആണെങ്കിൽ 20ന്റെ പകുതി എടുത്താൽ 10 സെറ്റ്. ഇവിടെ അങ്ങനല്ല, ആ 10ന്റെ വീണ്ടും പകുതി എടുക്കണം. പകുതിയുടെ പകുതി, പകുതിയുടെ പകുതി, പകുതിയുടെ പകുതി, പകുതിയുടെ പകുതി. 20ന്റെ പകുതി 10, 10ന്റെ പകുതി 5. കണ്ടോ? അപ്പൊ ക്വാർട്ടർലി ആണെങ്കിൽ ചെയ്യേണ്ട പരിപാടി
റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ പകുതിയുടെ പകുതി എടുക്കുക, ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇനി ചോദ്യകർത്താവ് ഇവിടെ ക്വാർട്ടർലി ആണ് ചോദിക്കുന്നതെങ്കിൽ 6 മാസം കഴിയുമ്പോഴുള്ള എമൗണ്ട് എത്ര, പലിശ എത്ര എന്ന് ചോദിക്കും. അല്ലെങ്കിൽ 9 മാസം, അതും അല്ലെങ്കിൽ 1 വർഷം, 12 മാസം, അങ്ങനെ ചോദിക്കത്തുള്ളൂ. അതാണ് ഒരു പ്രത്യേകത. അപ്പൊ ഹാഫ് ഇയർലി ആണെങ്കിൽ ചോദ്യം എങ്ങനെ വരും? ഹാഫ് ഇയർലി ആണെങ്കിൽ മക്കളെ 1 വർഷം കഴിയുമ്പോൾ എന്ത് കിട്ടും, അല്ലെങ്കിൽ 1.5 വർഷം കഴിയുമ്പോൾ എന്ത് കിട്ടും, അതല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ എന്ത് കിട്ടും. ക്വാർട്ടർലി ആണെങ്കിൽ 6 മാസം കഴിയുമ്പോൾ എന്ത് കിട്ടും, 9 മാസം കഴിയുമ്പോൾ എന്ത് കിട്ടും, അങ്ങ് അറ്റം പോയാൽ 12 മാസം കഴിയുമ്പോൾ എന്ത് കിട്ടും എന്ന് മാത്രമേ ചോദിക്കത്തുള്ളൂ. ചോദ്യകർത്താവ് ചോദിക്കുന്നത് 6 മാസം കഴിയുമ്പോൾ എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ കോഡ് 1 2 1. എന്തുവാ? 6 മാസം കഴിയുമ്പോൾ എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ കോഡ് 1 2 1 1 2 1 1 2 1. 9 മാസം കഴിയുമ്പോൾ എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ കോഡ് 1 3 3 1. കൊള്ളാമല്ലോ. 1 വർഷം കഴിയുമ്പോൾ എന്ത് കിട്ടും എന്നാണ് ചോദിക്കുന്നതെങ്കിൽ കോഡ് 1 4 6 4 1. ഒന്നും കൂടെ, 6 മാസം കഴിയുമ്പോൾ എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ കോഡ് 1 2 1 ആണോ? 9 മാസം കഴിയുമ്പോൾ എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ 1 3 3 1. 12 മാസം കഴിയുമ്പോൾ, 1 വർഷം കഴിയുമ്പോൾ എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ 1 4 6 4 1. ഇങ്ങനെ ഓർത്തിരിക്കണം. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ 9 മാസം അല്ലേ? 9 മാസം ആണെങ്കിൽ പിടിച്ചോ കോഡ് 1 3 3 1 എഴുതി വെച്ചു. ഇനി പ്രിൻസിപ്പൽ എമൗണ്ട് ആദ്യം 8000 എഴുതി. 8000ന്റെ 5% എത്രടാ പിള്ളേരെ? 8000ന്റെ 5% എത്ര? അപ്പൊ നിങ്ങൾ പറയും സാറേ 10% ആയിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങ് പറഞ്ഞേനെ. മതി. 8000ന്റെ 10% എത്ര? 8000ന്റെ 10% 800. അപ്പൊ 5% 400. കണ്ടോ? 400ന്റെ 10% 40. മക്കളെ 400ന്റെ 10% 40. അപ്പൊ 5% 40ന്റെ പകുതി 20. എടാ കുഞ്ഞുങ്ങളെ 20ന്റെ 10% 2. 20ന്റെ 10% 2 ആണെങ്കിൽ 10% 2 ആണെങ്കിൽ 5% 1 1 1 1. ഇതാണ്ടേ. ഇനി ഗുണിക്ക്. 8000നെ 1 കൊണ്ട് ഗുണിച്ചാൽ 8000 ആണോ? 400നെ 3 കൊണ്ട് ഗുണിച്ചാൽ 4 3 12 1200. 20നെ 3 കൊണ്ട് ഗുണിച്ചാൽ 20 × 3 60. 1നെ 1 കൊണ്ട് ഗുണിച്ചാൽ 1 ആണേ. ഇനി എമൗണ്ട് എത്ര എന്ന് ചോദിക്കുമ്പോൾ മാത്രമേ നമ്മൾ എല്ലാം കൂടെ കൂട്ടത്തുള്ളൂ അല്ലേ? ഇവിടെ ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് മാത്രം മതി. അങ്ങനെ ഇൻട്രസ്റ്റ് മാത്രം മതിയെങ്കിൽ ഇവനെക്കളെ എമൗണ്ട് എത്ര എന്ന് ചോദിച്ചാൽ എല്ലാം കൂടെ കൂട്ടി നോക്കണം. പക്ഷെ നമുക്കിവിടെ ഇൻട്രസ്റ്റ് മാത്രം മതി. സോ അങ്ങനെയാണെങ്കിൽ ഇതാണ്ടേ ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടിക്കൂ. 1260 കൂടെ കൂട്ടിയാൽ 1260. ആ 1260ന്റെ കൂടെ ഒന്നും കൂടെ കൂട്ടിയാൽ 1261. സെറ്റ്. ഇതായിരുന്നു ആൻസർ. ഉത്തരം 1261 എന്ന് എഴുതി അവസാനിപ്പിക്കണം. അപ്പൊ അങ്ങനെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഹാഫ് ഇയർലി പഠിച്ചു, ക്വാർട്ടർലി പഠിച്ചു. ഹാഫ് ഇയർലി ആണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ പകുതി എടുക്കണം. ക്വാർട്ടർലി ആണെങ്കിൽ പകുതിയുടെ പകുതി ആണേ. ഹാഫ് ഇയർലി ചോദ്യം വരുന്നത് 1 വർഷം കഴിയുമ്പോൾ കോഡ് 1 2 1. 1.5 വർഷം 1 3 3 1. 2 വർഷം 1 4 6 4 1. ക്വാർട്ടർലി ആണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ പകുതിയുടെ പകുതി കഴിഞ്ഞു. ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. അടുത്തത് ചോദ്യം വരുന്നത് ഒന്നുകിൽ 6 മാസം കഴിയുമ്പോൾ എന്ത് കിട്ടും, 6 മാസം കഴിയുമ്പോൾ എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ കോഡ് 1 2 1. ഇനി 9 മാസമാണെങ്കിൽ 1 3 3 1. ഇനി എങ്ങാനും 1 വർഷമാണ് ചോദിക്കുന്നതെങ്കിൽ 1
4641 എന്ന് പറയുന്ന കോഡ് കൂടി നിങ്ങൾ വൃത്തിയായിട്ട് ഓർത്തിരിക്കണം എന്നുള്ള കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ ഹാഫ് ഇയർലി പഠിച്ചു, ക്വാർട്ടർലിയും പഠിച്ചു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ ഈ ചാപ്റ്റർ തീർന്നോ എന്ന് ചോദിച്ചാൽ മക്കളെ തീർന്നിട്ടില്ല. വീഡിയോ ഒരുപാട് അങ്ങ് നീണ്ടു പോകേണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഈ ഒരു ഭാഗത്തോടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി ഒരു ഭാഗമുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ്. അതായത് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നുണ്ട്. വാട്ട് വിൽ ബി ദ ഡിഫറൻസ് ഇൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ചോദ്യം വരാറുണ്ട്. സോ അത്തരം ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹാഫ് ഇയർലിയും പഠിച്ചു, ക്വാർട്ടർലിയും പഠിച്ചു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പറയുന്നത് പോലെ ഡിഫറൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പം നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്ന ക്ലർക്ക് ക്യാഷർ പരീക്ഷയുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വളരെയധികം നെർവസ് ആയിട്ട് കിട്ടുന്ന സമയം പരമാവധി പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ കിട്ടുന്ന സമയം പരമാവധി പഠനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. അവിടെ നിങ്ങൾക്ക് മാത്സ്, ഇംഗ്ലീഷ്, GK 30 മാർക്കാണ് കിടക്കുന്നത്. ആ 30 മാർക്കിൽ നിന്നും പരമാവധി മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിൽ വേണം പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ കിട്ടുന്ന സമയങ്ങളിലെല്ലാം നിങ്ങൾ പഠനത്തിന് വേണ്ടി വളരെ ഭംഗിയായിട്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വേണം മുമ്പോട്ട് പോകാൻ. എന്തെങ്കിലുമൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കെന്താണോ വേണ്ടത്, ആ പരീക്ഷയ്ക്ക് എന്താണോ വേണ്ടത്, അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ടോപ്പിക്കുകൾ കവർ ചെയ്തു പോയെങ്കിൽ മാത്രമേ നമ്മൾ പഠിച്ചത് കൊണ്ട് അർത്ഥമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കുറേ അറിവ് നേടും എന്നുള്ളതുപരി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് പരീക്ഷയ്ക്ക് വേണ്ടതാണോ, കഴിഞ്ഞ 2-3 വർഷത്തെ ചോദ്യപേപ്പർ പരിശോധിക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നും ബോർഡ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ, ഇത്തരം വസ്തുതകളൊക്കെ മനസ്സിലാക്കി പഠിച്ച കാര്യങ്ങൾ റിവിഷൻ നടത്തി വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായിച്ച് മോക്ക് എക്സാമുകൾ എഴുതി മാറിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ വിജയം നേടിയെടുക്കുവാൻ സാധിക്കത്തുള്ളൂ. കാരണം നമ്മുടെ മുമ്പിൽ കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ മുമ്പോട്ടുള്ള യാത്ര ഏറ്റവും സുഗമമാക്കുവാൻ, വേണ്ടത് മാത്രം പഠിപ്പിക്കുവാൻ, വേണ്ടത് മാത്രം നിങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകൾ കണ്ടെത്തിക്കൊണ്ട് അത്തരം മേഖലകൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. സോ ആ പുതിയ ബാച്ചുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിഗിനേഴ്സ് ബാച്ചാണ്. സോ ബിഗിനേഴ്സ് ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം മുതൽ വേണ്ട കാര്യങ്ങൾ മാത്രം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയൊരു മിഷൻ്റെ ഭാഗവും അതിൽ നിന്നും നിങ്ങൾ എഴുതുമ്പോൾ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിച്ചുകൊണ്ട് പരമാവധി ഉദ്യോഗാർത്ഥികളെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയൊരു മിഷന്റെ ഭാഗം കൂടിയാണ് നമ്മൾ ഏറ്റവും പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ടോപ്പിക്കുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത്, അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം പരീക്ഷകളാണ് എഴുതേണ്ടത്, അതിൻ്റെ ലൈവ് ക്ലാസ്സുകൾ, അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സുകൾ, നിങ്ങൾക്ക് വായിച്ചു നോക്കുവാനുള്ള മൈക്രോ നോട്ടുകൾ ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബാച്ചുകളാണ് നമ്മൾ തുടങ്ങി വെച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ അഡ്മിഷൻ എടുത്തുകൊണ്ട് ആ മെൻറ്റർ പറയുന്നത് പോലെ നിങ്ങൾ പഠിച്ച് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 6 മാസം കൊണ്ട് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഒരു 80 മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങളുടെ പഠനം ഉയർത്തിയെടുക്കുവാൻ സാധിക്കും. സോ ഇത്തരത്തിലെ എല്ലാ സാധ്യതകളും പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോയി 2026 എന്ന് പറയുന്ന വർഷം ഒരു കളർഫുൾ ഇയറാക്കി മാറ്റിയെടുക്കുവാൻ നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം. അപ്പോൾ ലൈവ് ക്ലാസ്സുകളിൽ കാണാം. സോ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ ഒരു പ്രിപ്പറേഷൻ, ഈ ഒരു പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് CSEB ക്ലർക്ക് ക്യാഷർ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളിലേക്ക് ഇത്തരം വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിച്ചുകൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.